പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ പകൽക്കാലം കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ ഈ അവസാന മാസം വരെയും ദൈവം അതിഭദ്രമായി കാത്തു സൂക്ഷിച്ച ആ വലിയ കൃപയ്ക്കായി ആർക്കൊക്കെ ഇന്നു പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും? സങ്കീർത്തനക്കാരനോട് ചേർന്നു പറയുവാൻ ആർക്കൊക്കെ സാധിക്കും? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനപ്രകാരം മുന്നേറിക്കൊണ്ട് ദൈവ പ്രവൃത്തികളെ ഹല്ലേലൂയ പ്രാപിച്ചെടുക്കുവാൻ ഇന്നു പകൽക്കാലം ദൈവസന്നിധിയിൽ ഏകാഗ്രതയായിരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നു പകൽക്കാലം ഓരോ വ്യക്തികളെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഇന്നു പകൽക്കാലം വചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിക്കാം. 33 സങ്കീർത്തനം 18-19 വാക്യം വായിക്കാം. ഭക്തന്റെ മേലുള്ള ദൈവ ദൃഷ്ടിയെക്കുറിച്ചാണ് ഈ വചനം നമ്മെ വിളിച്ചറിയിക്കുന്നത്. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയയ്ക്ക് പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അതിമനോഹരമായിട്ടുള്ള ഒരു വചനമാണ് ഇന്നു പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് പറയുവാനുള്ളത്. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേല് ഉണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, യഹോവ ഭക്തിയോടെ ജീവിച്ച ഇയ്യോബ് എന്ന ഹല്ലേലൂയ പുരുഷനെ നമുക്കറിയാം, അല്ലേ? ഹല്ലേലൂയ. തന്റെ ജീവിതത്തിൽ താൻ ബലഹീനമായിട്ടുള്ള സാഹചര്യത്തിലായിരുന്നപ്പോൾ തന്റെ ശരീരം മൊത്തം ഹല്ലേലൂയ ആ ഹല്ലേലൂയ വ്രണങ്ങളാൽ നേരിട്ടപ്പോൾ തന്നെ അതിവേദനയോടെ ആയിരുന്നപ്പോൾ ഹല്ലേലൂയ കൂട്ടുകാരെല്ലാം അവനെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ താൻ യഹോവയോടുള്ള ഭക്തിയെ മുറുകെ പിടിച്ചു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്നു പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, എത്ര തന്നെ പ്രതികൂലങ്ങൾ വന്നാലും എത്ര തന്നെ പ്രതിസന്ധികൾ വന്നാലും കൂടെ നിൽക്കുന്നവർ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഹല്ലേലൂയ നിന്നെ പിടിച്ചു നിർത്തുവാൻ ഹല്ലേലൂയ വചനത്തിൽ ഉറപ്പിക്കുവാൻ ചിലപ്പോൾ ആരുമില്ലെന്ന് വരാം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ മുറുകെ പിടിച്ചിരിക്കുന്നത് കർത്താവിനോടുള്ള ഭക്തിയെയാണെങ്കിൽ വഴുതി പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുവദിക്കേല കേട്ടോ. നിന്നെ കാണുന്നവൻ എൻ്റെ കർത്താവാണ്. നീ എഴുന്നേൽക്കുന്നതും നിൽക്കുന്നതും എൻ്റെ കർത്താവ് അറിയുന്നു കേട്ടോ. ഹല്ലേലൂയ. നിന്നെ ശോധന ചെയ്ത് അറിയുന്ന ദൈവം ഹല്ലേലൂയ എൻ്റെ കർത്താവ് ഹല്ലേലൂയ ദൃഷ്ടി വച്ചു ആലോചന പറഞ്ഞു തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം വിളിച്ചു പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കർത്താവിന്റെ സന്നിധിയിലാണ് നീ നോക്കിയതെങ്കിൽ ഒരിക്കലും നീ ലജ്ജിച്ചു പോകുവാൻ ഹല്ലേലൂയ ഒരിക്കലും അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ പുതുവർഷം മുതൽ ഹല്ലേലൂയ ഈ വർഷം തുടങ്ങിയത് മുതൽ ഈ ലാസ്റ്റ് മാസം വരെ ചില ഘട്ടങ്ങളിൽ കർത്താവ് പലപ്പോഴും എന്നോട് പറഞ്ഞ ചില ആലോചനകൾ ഉണ്ടായിരുന്നു, നിവർത്തീകരിച്ചില്ല എന്ന് ഹല്ലേലൂയ ആരെങ്കിലും ഹല്ലേലൂയ മനസ്സിൽ ഹല്ലേലൂയ വിഷമത്തോടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ദൃഷ്ടി വെച്ചു ആലോചന പറഞ്ഞു തരുന്ന, വ്യക്തമായി നിന്നോട് സംസാരിക്കുന്ന ദൈവികമായ ഒരു സാന്നിധ്യമുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ഒരു ഭക്തന്റെ മേല് കർത്താവിന്റെ ദൃഷ്ടി ഉണ്ട്. പലപ്പോഴും നാം ചിന്തിക്കും, പ്രതികൂലങ്ങൾ വന്നു, പ്രതിസന്ധികൾ വന്നു, ഒറ്റപ്പെടുത്തലിന്റെ അനുഭവങ്ങൾ വന്നു, വേദനയുടെ അനുഭവത്തിലേക്ക് കടന്നുപോയി. പക്ഷെ എൻ്റെ കൂടെ നിന്ന വ്യക്തികൾ പോലും എന്നെ ഹല്ലേലൂയ ഒന്ന് ചേർത്ത് പിടിക്കാനില്ലാതെ ഒരു വാക്കുകൾ കൊണ്ടോ സാമ്പത്തികം കൊണ്ടോ ഒന്നും ഹല്ലേലൂയ ചേർത്ത് പിടിക്കാനില്ലാത്ത അവസ്ഥയിലായിരുന്നപ്പോൾ ഹല്ലേലൂയ ഇതുവരെ നിന്നെ നടത്തിയത് ദൈവമാണെന്ന് നീ ഓർത്തിട്ടുണ്ടോ? എൻ്റെ കർത്താവിൻ്റെ ദൃഷ്ടി നമ്മോട് കൂടെ കൊണ്ട് മാത്രമാണ് കർത്താവ് ആലോചന പറഞ്ഞ് വഴി നടത്തുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഇന്നു പകൽക്കാലം ദൈവമക്കളെ ഹല്ലേലൂയ ഓരോ വ്യക്തികളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയയ്ക്ക് പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ഹല്ലേലൂയ. അത്രയും പ്രതികൂലത്തിന്റെ അവസ്ഥയിൽ കൂടെ ആ ഇയ്യോബ് എന്ന ഭക്തൻ പോയിട്ടും ഹല്ലേലൂയ കർത്താവിന്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ടാണ് താൻ ഉണർന്നിരുന്നത്. ഒരിക്കലും നാം വീണു പോകുവാൻ അനുവദിക്കത്തില്ല. നിന്റെ തലമുറ നഷ്ടമാകാൻ അനുവദിക്കത്തില്ല. നിന്റെ ജോലി ഹല്ലേലൂയ നഷ്ടമാകാൻ അനുവദിക്കത്തില്ല. ഈ ഭൂമിയിൽ നിനക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റവും അധികം അടുത്തു വന്നാൽ എൻ്റെ കർത്താവ് നിന്റെ അടുത്ത് ചേർന്നിരിക്കും. എൻ്റെ കർത്താവ് നിന്നോട് സംസാരിക്കണമെന്നുണ്ട് കേട്ടോ. ദൃഷ്ടി വെച്ച്
ആലോചന പറഞ്ഞു തരണമെന്നുണ്ട് കേട്ടോ. പലപ്പോഴും നാം ദൈവസന്നിധിയിൽ അടുക്കാറുണ്ടോ? സമയങ്ങൾ പാഴാക്കി കളയാറില്ലേ? പലപ്പോഴും എത്ര സമയങ്ങളാണ് നമ്മൾ ചിലവാക്കി ഹല്ലേലൂയ വെറുതെ കളയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായി പറയുന്നു, അല്ലെ ദൃഷ്ടി വെച്ചു ആലോചന പറഞ്ഞു തരുക. സർവശക്തനായ ദൈവം ഒരുങ്ങിയിരിക്കുകയാണ്. ദൈവസ്ഥലത്തിൽ ചേർന്നിരിക്കുകയാണെങ്കിൽ, ദൈവഭക്ത ഒരു ദൈവഭക്തിയോട് അല്ലെങ്കിൽ ഒരു ഭക്തനായിരിക്കുകയാണെങ്കിൽ എൻ്റെ കർത്താവ് നിന്നോട് സംസാരിക്കുക, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ടെന്ന് കർത്താവിന്റെ വചനം വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ. ഏകാഗ്ര ചിത്തന്മാരായിരിക്കുക, യഹോവയുടെ കണ്ണ് താങ്കളിൽ ഹല്ലേലൂയ താങ്കൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവരിൽ തന്നെത്താൻ ബലവാനെന്ന് കാണിക്കുവാൻ ഭൂമിയിലൊക്കെ മൂടാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ വചനം ഇതിനോട് നമുക്ക് ഒരുമിച്ച് ഒത്തുചേർന്ന് പറയുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. ആ കണ്ണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഹല്ലേലൂയ ആരിലാണ്? ഭക്തരിലാണ്. ആ ഭക്തനെ എൻ്റെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവനെ ഭയപ്പെടുകയും അവന്റെ കരുണയ്ക്ക് വേണ്ടി അവന്റെ ദയയ്ക്ക് വേണ്ടി പ്രത്യാശിക്കുന്ന വ്യക്തികളെ, പ്രത്യാശിക്കുന്ന ആളുകളെ അവനിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെന്തിനാണെന്നറിയാം? കർത്താവിന് വലിയ ഉദ്ദേശമുണ്ട്. കർത്താവിന് വലിയ പ്ലാൻ ഉണ്ടെന്നേ പലപ്പോഴും നാം ചിന്തിക്കും. നാം തന്നെ തരം താഴ്ത്തി കാണുകയാണ്. അങ്ങനെയല്ല കേട്ടോ കുഞ്ഞെ. ദൈവം ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുന്നത് കർത്താവിനെ നിന്നെ ഉപയോഗിക്കാനാണ്. വലിയൊരു പ്ലാനുണ്ട് നിന്നെ കുറിച്ച്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ വചനം അനുസരിച്ച് നീ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാവോ? കർത്താവേ, ഇന്നു പറഞ്ഞ വചനം എന്നോടാണ് കർത്താവേ, അത് വലിയൊരു ദൈവപ്രവൃത്തി കാരണമായി മാറ്റണമെന്ന് ആർക്കൊക്കെ ഇന്നു പകൽക്കാലം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് താങ്കൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കുവാനാണ് ആ കണ്ണുകൾ ഇങ്ങനെ ഫിക്സ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ബലം എന്നെ കാണിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ബലം ഹല്ലേലൂയ എന്നെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞാൻ അതിനു മാത്രം ശ്രദ്ധയോടെ അവിടുത്തെ കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ടോ? ഇതാണ് ഹല്ലേലൂയ എൻ്റെ സർവശക്തനായ ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, വർണ്ണിക്കാൻ പറ്റാത്തതാണ് ദൈവത്തിന്റെ സാന്നിധ്യം കേട്ടോ. ദൈവത്തിന്റെ വാക്ക് നീ കേട്ടിട്ടുണ്ടോ? ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നീ ഇരുന്നിട്ടുണ്ടോ? ഈ ലോകം മുഴുവനും നാം നേടിയാലോ സർവ്വലോകത്തെക്കാൾ വിലപിടിപ്പുള്ള ആത്മാവിനെ നഷ്ടമാക്കല്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. നീ എങ്ങനെ ആയിരിക്കണമെന്നോ, എങ്ങനെ മുന്നോട്ട് പോകണമെന്നോ കർത്താവ് ഹല്ലേലൂയ ഏതു തരത്തിൽ നിന്നെ ആഗ്രഹിക്കുന്നോ ആ അളവിൽ എത്തിക്കണമെങ്കിൽ നീ ദൈവസനിൽ ഭക്തിയോ യഹോവയോടുള്ള ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ ഹല്ലേലൂയ ദൃഷ്ടിയിൽ നീ ഒന്ന് ഹല്ലേലൂയ ആയിരുന്നേ. കർത്താവ് നോക്കുമ്പോൾ ഹല്ലേലൂയ എൻ്റെ സ്വർഗത്തിൽ അപ്പച്ചൻ്റെ അടുത്ത് ചെന്ന് ഹല്ലേലൂയ ദൃഷ്ടി വെച്ചു ആലോചന പറഞ്ഞു തരുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ പ്രത്യാശ വെച്ച് നീ ഇരിക്കുമെങ്കിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വളരെ വ്യക്തമായി പറയുന്നു. ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്തു വെക്കുന്നതിന് മുമ്പ് തന്നെ വലിയൊരു ദൈവപ്രവൃത്തിയുണ്ട്. ആർക്കുമില്ലാത്ത ദുഃഖം വന്നോ, ആർക്കുമില്ലാത്ത ഭാരം വന്നോ, ആർക്കുമില്ലാത്ത ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ വന്നോ, ആർക്കുമില്ലാത്ത ഒരു തെറ്റുകാരിയല്ല, ഒരു തെറ്റുകാരനല്ല, എന്നാൽ പലപ്പോഴും ഇത് അനുഭവിക്കേണ്ടി വന്നു മനസ്സു നീറുന്ന അവസ്ഥയിലായിരിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു യഹോവയുടെ ദൃഷ്ടിയുണ്ടല്ലോ തന്റെ ഭക്തന്മാരിലുണ്ട്. യഹോവയുടെ ദൃഷ്ടിയുണ്ടല്ലോ തന്റെ ഭക്തന്മാരിലുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നീ തളർന്നു പോകരുത്. ധൈര്യത്തോടെ മുന്നേറിയ ഒരു വലിയ ദൈവപ്രവൃത്തിയുണ്ട്. അടുത്ത വർഷത്തിലേക്ക് കാല് ചവിട്ടുന്നതിന് മുമ്പ് തന്നെ വലിയൊരു ദൈവപ്രവൃത്തി നിശ്ചയമായും ഉണ്ട് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. ഒരിക്കലും നാം വീഴാതിരിക്കുവാൻ ഹല്ലേലൂയ നമ്മെ കരം താങ്ങി ഹല്ലേലൂയ രക്ഷിക്കുന്ന ദൈവം ഹല്ലേലൂയ കണ്ണുകൾ ദൃഷ്ടി വെച്ച് ഹല്ലേലൂയ നമ്മോട് ആലോചന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവം ഹല്ലേലൂയ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഹല്ലേലൂയ. നാം എവിടെ പോയാലും ഏത് സ്ഥലത്തായിരുന്നാലും ഹല്ലേലൂയ എവിടെയായിരുന്നാലും ഹല്ലേലൂയ ദൈവത്തിന്റെ ദൃഷ്ടി
ദൃഷ്ടി നമ്മിൽ പതിഞ്ഞിരിക്കുകയാണ്. ഒരു ഭക്തയായിരിക്കുക, ഒരു ഭക്തനായിരിക്കുക. അതാരെയും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. നാം ആരാണെന്ന് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ പ്രവൃത്തിയിലും ഉണ്ടായിരിക്കണം. ക്രിസ്തു ഉള്ളിലുണ്ടോ? നമ്മുടെ ചലനങ്ങൾ ഹല്ലേലൂയ ക്രിസ്തുവിലൂടെയുള്ള ഹല്ലേലൂയ ചലനങ്ങളായിരിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ വചനങ്ങളാൽ നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങൾ നീ വിഷമിക്കേണ്ട, നിരാശപ്പെടേണ്ട കേട്ടോ എൻ്റെ യേശുപ്പച്ചൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മോട് പറയാനുള്ളത് ഭക്തന്റെ മേലുള്ള വലിയൊരു ദൈവ ദൃഷ്ടിയെ കുറിച്ചാണ്. ആ ദൃഷ്ടി നമ്മുടെ മേലുള്ളത് കൊണ്ടാണ് ഇതുവരെയും നമ്മെ ദൈവം നടത്തിയത്, ഇതുവരെ നാം എഴുന്നേറ്റ് നിൽക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഇന്ന് ഹല്ലേലൂയ പകൽക്കാലം ഈ വചനത്തെ നീ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ വലിയൊരു ദൈവ പ്രവൃത്തി നിശ്ചയമായി ഉണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. ഈ വചനങ്ങളാൽ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വചനഭാഗത്തു നിന്നും ഇരുന്നു കൊള്ളുന്നു. God bless you all.